അമ്മ വളരെ നിർബന്ധിച്ചുകൊണ്ടാ വീണ്ടും ചന്ദ്രേട്ടന്റെ അടുത്ത് പോയത്. പണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. അമ്മ വിവരം പറഞ്ഞപ്പോൾ ഒരു മടിയില്ലാതെ ചേട്ടൻ സമ്മതിച്ചു. മാത്രമല്ല, നമ്മുടെ വിവാഹം ഇനിയും നീട്ടിക്കൊണ്ടു പോകണ്ടെന്നാ ചേട്ടന്റെ അഭിപ്രായം. ഓണത്തിന് മുമ്പ് തന്നെ ആവണമെന്നാണ്. സരിത ഒറ്റയ്ക്ക് തിരുവനന്തപുരത്തേക്ക് പോവോ? ബാലേട്ടന് കൂട്ടുവരാൻ പറ്റില്ലല്ലോ. ചന്ദ്രേട്ടൻ വന്ന് ഹോസ്റ്റൽ സൗകര്യം ഏർപ്പാട് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരും. സൂക്ഷിക്കണം, മനസ്സിൽ വിഷമുള്ള ആളാണ്. ഏയ്, ഇപ്പൊ പുള്ളിക്കാരൻ വളരെ മര്യാദക്കാരനായിപ്പോയി. പണ്ടത്തെ പകയും വിദ്വേഷവും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ കണ്ടത് ആട്ടി പുറത്താക്കുമായിരുന്നില്ലേ? സരിത പോയാൽ എന്നാ തിരിച്ചു വരിക? നമ്മുടെ കല്യാണത്തിന്. അത്രയും താമസിക്കോ? ജോലിക്ക് ചേർന്നത് 3-ാം മാസം നമ്മുടെ കല്യാണം. എഴുത്തേതില്ലേ? എന്നും എഴുതും. ബാലേട്ടനല്ലാതെ ഞാൻ ആർക്കെഴുതാനാ? സരിതയുടെ എഴുത്ത് മാത്രമായിരിക്കും എനിക്കൊരാശ്വാസം. സരിതയില്ലാതെ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല. സരിതയില്ലെങ്കിൽ ഞാനിനി ജീവിക്കില്ല. എന്താ ബാലേട്ട, അങ്ങനൊന്നും പറയരുത്. ബാലേട്ടൻ എന്നെ വിശ്വാസമില്ലേ? എനിക്കെന്തോ പേടി തോന്നുന്നു. ഈ ലോകത്തിന്റെ കറുപ്പും മനുഷ്യ മനസ്സിന്റെ കറുപ്പും കാണാൻ ദൈവം എനിക്ക് കാഴ്ച തന്നില്ലല്ലോ. നമ്മൾ തെറ്റെയ്യരുത്. ഒരിക്കലും തിരുത്താനാവാത്ത ഈ തെറ്റ് നമ്മൾ ചെയ്യരുത്. കതിർ മണ്ഡപത്തിൽ വെച്ച് ഞാൻ താലി കെട്ടുന്ന പെൺകുട്ടി തികച്ചും പരിചയമുള്ളവളായിരിക്കണം. നിനക്ക് വേണ്ടി നല്ലൊരു ഹോസ്റ്റൽ അറേഞ്ച് ചെയ്തിട്ട് ഞാനിന്ന് തന്നെ തിരിച്ചു പോകും. ഞാൻ പുറത്തുപോയി വരുന്നതിനുള്ളിൽ നീ കുളിച്ച് തയ്യാറാവാം. ശരി. കഥക് ഭദ്രമായി അടച്ചേക്കണം. വല്ല തെണ്ടി പിള്ളേരൊക്കെ ഒന്ന് മുട്ടിയാ തുറക്കരുത്. സാധാരണ ലോഡ്ജിലൊക്കെ നടക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ. സരിത ഇപ്പോ അവിടെ എത്തിയിട്ടുണ്ടാവില്ലേ? മക്കളെ, നാളെ രാവിലെ അമ്പലത്തിൽ പോയി ബാലന്റെയും സരിതയുടെയും പേരിൽ അർച്ചന നടത്തണം. അവള് നാളെ ജോലി പ്രവേശിക്കുന്ന ദിവസമല്ലേ? ആരാ? ഞാനാണ്. ആരാന്ന്? വാതിൽ തുറക്കണേ. ഹോസ്റ്റൽ സൗകര്യം നാളേക്ക് റെഡിയാവും. രാവിലെ അങ്ങോട്ട് മാറാം. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ കഴിയുന്നു. ഒരു മുറി കൂടി ഒഴിവുണ്ടോന്ന് ചോദിക്കായിരുന്നു. 2 പേർക്ക് താമസിക്കാനല്ലേ ഡബിൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. നീ ആഹാരം ഒന്നും കഴിച്ചില്ലേ? കഴിച്ചു. നേരെ ഒത്തിരിയായി, നമുക്ക് കിടക്കാം. നിന്റെ ചേച്ചിയെ കെട്ടുമ്പോഴും എന്റെ മനസ്സ് നിറയെ നീയായിരുന്നു. നിനക്ക് വേണ്ടി 15,000 രൂപ ബാങ്കിൽ കെട്ടിയത് ഒരിക്കൽ എന്നെ ധിക്കരിച്ച നിന്നോടുള്ള കാരുണ്യം കൊണ്ടൊന്നുമല്ല. ബഹളം വയ്ക്കാതെ എന്നെ അനുസരിക്കുന്നതാ നല്ലത്.
എന്നെ കൊന്നാലും ഞാനതിനെ അനുവദിക്കില്ല. വാടി ഇവിടെ, നിന്നെപ്പറ്റി എല്ലാം എനിക്കറിയാൻ വേണ്ടി. സരിതമോളെ, നിന്നെ മിന്നുകെട്ടി ഞാൻ എടുത്തില്ലെങ്കിൽ എന്റെ പേര് ജെയിംസ് ജോർജ് എന്നല്ല. ചന്ദ്രശേഖരൻ, അവരെ ഉപദ്രവിക്കരുത്, വിട്ടേക്കൂ. ഇതെന്റെ ഇഷ്ടമാണ്. ചോദിക്കാൻ നീ ആരാടാ? അവരെന്റെ മുറിയിൽ അഭയം തേടി വന്നതാണ്. ഇവൾ എന്റെ അനുജത്തിയാണ്. ഒരു ചേട്ടന്റെ പെരുമാറ്റമല്ലല്ലോ നിങ്ങൾ കാണുന്നത്. ഞാൻ തോന്നിയ പോലൊക്കെ ചെയ്യും. നിനക്കതിലൊരു കാര്യവുമില്ല. ഉണ്ട്. അവരെ വിടൂ. എടാ, വിടാൻ. ഹലോ, റിസപ്ഷൻ. ഒന്ന് പോലീസ് സ്റ്റേഷൻ കണക്ട് ചെയ്യും. ഇയാളെ കൊണ്ടുപോകും. മോളെ, നിന്നെ മിന്നുകെട്ടി ഞാൻ എടുത്തില്ലെങ്കിൽ എന്റെ പേര് ജെയിംസ് ജോർജ് എന്നല്ല. ജീപ്പി കയറ്.
സാർ ഞാൻ ജീപ്പി കയറാൻ